വാഹനാപകട കേസുകളിൽ നഷ്ടപരിഹാരം ലഭിക്കാൻ പ്രിലിമിനറി ആയി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. സാധാരണ ഇഞ്ചുറി കേസുകളിൽ കോമ്പൻസേഷൻ തുകയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം. സ്ക്രീനിൽ കാണുന്നത് ഒരു MACT കോടതിയിൽ സെക്ഷൻ 166 അനുസരിച്ച് ഫയൽ ചെയ്ത നഷ്ടപരിഹാര കേസിന്റെ കോപ്പിയാണ്. ഈ പെറ്റീഷനിൽ 32 ഹെഡുകളാണുള്ളത്. എല്ലാ MACT ഇഞ്ചുറി കേസുകളിലും ക്ലെയിം പെറ്റീഷൻ ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും. ഒന്നാമത്തെ ഹെഡ് നെയിം ആൻഡ് ഫാദേഴ്സ് നെയിം ഓഫ് ദ ഇഞ്ചേർഡ്. ഇത് കോമൺ ഫോർമാറ്റ് ആണ്, പക്ഷെ നഷ്ടപരിഹാര തുകയെ സ്വാധീനിക്കുന്ന ഘടകമല്ല. രണ്ടാമത്തെ ഹെഡും കോമൺ ഫോർമാറ്റ് ആണ്, നഷ്ടപരിഹാര തുകയെ സ്വാധീനിക്കുന്ന ഘടകമല്ല. മൂന്നാമത് ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ പേഴ്സൺ ഇഞ്ചേർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരേ അപകടവും ഒരേ ഇഞ്ചുറിയും ആണെങ്കിലും ഏജ് അനുസരിച്ച് കോമ്പൻസേഷൻ തുക വ്യത്യാസപ്പെടും. ഗ്രീവസ് ഇഞ്ചുറി സംഭവിക്കുന്ന എല്ലാ കേസുകളിലും കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഓർ കണ്ടിന്യൂഡ് ഡിസബിലിറ്റി എന്ന ഒരു ഹെഡുണ്ട്. ആ ഹെഡിലാണ് ഏറ്റവും കൂടുതൽ കോമ്പൻസേഷൻ ലഭിക്കുന്നത്. ആ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം ഞാൻ പറയാം. ഡിസബിലിറ്റി പെർസെൻറ്റേജ് ഇൻറ്റു മൾട്ടിപ്ലയർ ഇൻറ്റു ഇൻകം ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100 എന്നാണ്. ഇവിടെ ഈ മൾട്ടിപ്ലയർ കണക്കാക്കുന്നത് ഏജ് അനുസരിച്ചാണ്. ഓരോ ഏജിനും ഫിക്സഡ് മൾട്ടിപ്ലയർ ആണ്. ഏജ് കൂടുന്നതനുസരിച്ച് ഈ മൾട്ടിപ്ലയർ കുറഞ്ഞു വരും. അതുകൊണ്ട് ഒരേ ആക്സിഡന്റിൽ ഒരേ ഇഞ്ചുറി പറ്റിയവർക്ക് ഏജ് അനുസരിച്ച് കോമ്പൻസേഷൻ വ്യത്യാസപ്പെടും. അടുത്തത് നാലാമത്തെ ഹെഡാണ് ഒക്യുപ്പേഷൻ ഓഫ് ദ പേഴ്സൺ ഇഞ്ചുവേർഡ്. ഇത് കോമൺ ഫോർമാറ്റിൽ ഉള്ളതാണ്, കോമ്പൻസേഷനെ സ്വാധീനിക്കുന്നതുമാണ്. ഇവിടെ പ്ലീഡ് ചെയ്തിരിക്കുന്ന ജോലി എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ്. അതിന് തെളിവ് കൊടുക്കണം. അതിനാണ് അഞ്ചാമത്തെ ഹെഡ് പ്ലീഡ് ചെയ്തിരിക്കുന്നത്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ എംപ്ലോയർ, അതാണ് അഞ്ചാമത്തെ ഹെഡ്. ഇവിടെ 4ഉം 5ഉം ഹെഡുകൾ പ്ലീഡ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ഹെഡ്, അതായത് മന്ത്ലി ഇൻകം ഓഫ് ദ ഇൻജേർഡ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആറാമത്തെ ഹെഡിൽ മന്ത്ലി ഇൻകം പ്ലീഡ് ചെയ്തിരിക്കുന്നത് 26,000 രൂപയാണ്. അതിന് തെളിവായി നാലാമത്തെ ഹെഡിൽ പറഞ്ഞിരിക്കുന്ന ജോലിക്ക് അഞ്ചാമത്തെ ഹെഡിൽ പറഞ്ഞിരിക്കുന്ന ഓതറൈസ്ഡ് ഓഫീസർ ഇഷ്യൂ ചെയ്ത ആറാമത്തെ ഹെഡിൽ പറഞ്ഞിരിക്കുന്ന സാലറി ഉള്ളതായിട്ട് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കണം. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന തുക കോടതി മന്ത്ലി ഇൻകമായി കണക്കാക്കും. അതല്ല എങ്കിൽ കോടതി നോഷണൽ ഇൻകം ആയിരിക്കും സാലറി ആയിട്ട് എടുക്കുന്നത്. ഇൻകം പ്രൂവ് ചെയ്യപ്പെടാത്ത കേസുകളിലായിരിക്കും നോഷണൽ ഇൻകം എടുക്കുക. നോഷണൽ ഇൻകം എന്ന് പറയുന്നത് നിയമപ്രകാരം കണക്കാക്കുന്ന ഒരു ഇൻകമാണ്. സയ്യിദ് സാദിഖ് വേഴ്സസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, രാമചന്ദ്രപ്പ വേഴ്സസ് റോയൽ സുന്ദരം അലിയൻസ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്നീ സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് നോഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഈ വിധികൾ പ്രകാരം 2004 4,500 രൂപയും പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും 500 രൂപ വീതം കൂട്ടിയുള്ള തുകയുമാണ് നോഷണൽ ഇൻകമായി കണക്കാക്കുന്നത്. അത് പ്രകാരം ഇപ്പൊ 2023 14,000 രൂപ വരും, 2024 14,500 രൂപ വരും, 2025 15,000 രൂപ വരും. ഇതാണ് നോഷണൽ ഇൻകം കണക്കാക്കുന്നതിന്റെ രീതി. അടുത്തത് ഏഴാമത്തെ ഹെഡ്, അത് റിലവന്റ് അല്ല. അതിൽ ചോദിച്ചിരിക്കുന്നത് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് റിലവന്റ് അല്ല. എട്ടാമത്തെ ഹെഡ് അപകടമുണ്ടായ പ്ലേസ് ഡേറ്റ് ഒക്കെയാണ്, അതും കോമ്പൻസേഷനെ ബാധിക്കുന്നതല്ല. ഒമ്പതാമത്തെ ഹെഡ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ, അതും കോമ്പൻസേഷനെ ബാധിക്കുന്നതല്ല. പത്താമത്തെ ഹെഡ് വാസ് ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം കോമ്പൻസേഷൻ ക്ലെയിംഡ് ട്രാവലിംഗ്, അത് യാത്ര ചെയ്ത വിധത്തെ കുറിച്ചാണ്, അതും കോമ്പൻസേഷനെ ബാധിക്കുന്ന ഘടകമല്ല. അടുത്തത് 11ാമത്തെ ഹെഡാണ്. 11ാമത്തെ ഹെഡ് നേച്ചർ ഓഫ് ഇഞ്ചുറി സസ്റ്റെയിൻഡ്, അത് റിലവന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് ഫയൽ ചെയ്യേണ്ടത് സെക്ഷൻ 164 166 എന്ന് നിശ്ചയിക്കുന്നത് ഈ ഹെഡിൽ പറഞ്ഞിരിക്കുന്ന ഇഞ്ചുറി അനുസരിച്ചാണ്. പരിക്കേറ്റ ആളിന്റെ ഡിസബിലിറ്റി തീരുമാനിക്കുന്നത് ഈ ഹെഡിൽ പറയുന്ന ഇഞ്ചുറി നോക്കിയിട്ടാണ്. അങ്ങനെ മുൻപ് പറഞ്ഞതുപോലെ കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഓർ കണ്ടിന്യൂയിങ് ഡിസബിലിറ്റി എന്ന ഹെഡിലുള്ള കോമ്പൻസേഷൻ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഹെഡാണിത്. ഈ കേസിൽ ഇഞ്ചുറി കാണിച്ചിരിക്കുന്നത് closed displaced comminuted fracture middle 1/3 of shaft of the humerus, pain, tenderness, deformity and swelling over the left arm, abrasion with a punctured wound 1 × 1 cm over lateral aspect of left arm,
abrasion and contusion over left occipital region, thoracic paraspinal region and iliac region. ഇപ്പോൾ ഇതാണ് അതിൽ ഇഞ്ചുറി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അടുത്തത് 12ാമത്തെ ഹെഡാണ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മെഡിക്കൽ ഓഫീസർ. അതും റെലവെന്റ് അല്ല. 13ാമത്തെ ഹെഡ് പീരീഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇഫ് എനി ഇൻക്വയർഡ് ദെയർ ഓൺ ടു ബി. അതാണ് ഈ ഹെഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഹെഡിലാണ് ഹോസ്പിറ്റലൈസേഷൻ പറയുന്നത്. IP എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ഈ ഹെഡിൽ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ അനുസരിച്ചാണ്. ഈ ഹെഡിൽ പറഞ്ഞിരിക്കുന്നത് അഡ്മിറ്റഡ് ഓൺ 22/11/2024, സർജറി കണ്ടക്റ്റഡ് ഓൺ 22/11/24 ആൻഡ് ഡിസ്ചാർജ് ഓൺ 27/11/24. അതായത് ഈ ഹെഡ് പ്രകാരം 5 ദിവസത്തെയാണ് IP ഉള്ളത്. ഈ IP കണക്കുകൂട്ടിയാണ് കോമ്പൻസേഷൻ വിധിക്കുമ്പോൾ ബൈസ്റ്റാൻഡർ എക്സ്പെൻസും എക്സ്ട്രാ നരീഷ്മെന്റും നിശ്ചയിക്കുന്നത്. അടുത്തത് ഹെഡ് 14 ഡിസബിലിറ്റി ഫോർ വർക്ക് ഇഫ് എനി കോസ്റ്റ് എന്നാണ്. അത് നമ്മൾ ഇഞ്ചുറിയുടെ ഹെഡിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇഞ്ചുറിക്ക് അനുസരിച്ച് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പ്ലീഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് പ്രൂവ് ചെയ്യാനായി നമ്മൾ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കണം. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് 2 രീതിയിൽ എടുക്കാം. ഒന്ന്, MACTയിൽ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ കോടതി മെഡിക്കൽ ബോർഡിനെ റെഫർ ചെയ്യും. അടുത്തുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കോ ജനറൽ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ആയിരിക്കും ഇപ്രകാരം റെഫർ ചെയ്യുന്നത്. കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടുന്ന മുറയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നോട്ടീസ് അയക്കും. നോട്ടീസിൽ പറയുന്ന ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഹാജരാവണം. ഹോസ്പിറ്റലിൽ ആ ദിവസം 3 ഡോക്ടർമാരടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഡിസബിലിറ്റി അസസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കോടതിക്ക് അയച്ചു കൊടുക്കും. കോടതി ഇത് തെളിവായി എടുക്കുകയും മുൻപ് പറഞ്ഞതുപോലെ കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഓർ കണ്ടിന്യൂഡ് ഡിസബിലിറ്റി എന്ന ഹെഡിൽ കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും. രണ്ടാമതായി നമുക്ക് തന്നെ ഒരു പ്രൈവറ്റ് ഡോക്ടറിനെ അപ്രോച്ച് ചെയ്ത് ചികിത്സിച്ച ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. കോടതി അതും കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഡിസബിലിറ്റി എന്ന ഹെഡിൽ കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് 15ാമത്തെ ഹെഡാണ്. 15ാമത്തെ ഹെഡും 16ാമത്തെ ഹെഡ് 17, 18, 19, 20 ഈ ഹെഡുകളൊന്നും കോമ്പൻസേഷൻ തുകയെ സ്വാധീനിക്കുന്ന വിധത്തിൽ റെലവെന്റ് അല്ല. അടുത്ത 21ാമത്തെ ഹെഡാണ് ഹാസ് എനി ക്ലെയിം ബീം ലോഡ്ജ്ഡ് വിത്ത് ദ ഓണർ ഓർ ഇൻഷുറർ ഓഫ് ദ വെഹിക്കിൾ, ഇഫ് സോ വാട്ട് ഈസ് ദ റിസൾട്ട്. അതിന്റെ ഉത്തരം യെസ്, ഓറൽ ക്ലെയിം മെയ്ഡ് ബട്ട് നോ റെസ്പോൺസ് എന്നാണ്. അത് കോമൺ ഫോർമാറ്റ് ആണ്. കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയിൽ ക്ലെയിം കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ലീഗലി മാൻഡേറ്ററി ആണ്. അതുകൊണ്ടാണ് ആ മാൻഡേറ്റ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തിരിക്കുന്നത്. അടുത്തത് 22 ഹാസ് എനി അതർ ക്ലെയിം ബീൻ ലോഡ്ജ്ഡ് ഇൻ എനി അതർ ഫോറം ഇൻ റെസ്പെക്ട് ഓഫ് ദ സെയിം കോസ് ഓഫ് ആക്ഷൻ എന്നാണ്. ഈ കോസ് ഓഫ് ആക്ഷനിൽ വേറെ ഏതെങ്കിലും കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കോസ് ഓഫ് ആക്ഷൻ ലീഗലി നമുക്ക് ഒരു കേസ് മാത്രമേ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേറെ കേസുകൾ ഫയൽ ചെയ്തിട്ടില്ല എന്നൊരു ഉറപ്പിന് വേണ്ടിയാണ് ഈ ഒരു ഹെഡ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് 23, 24, 25 ഇതൊന്നും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. കോമ്പൻസേഷനെ ബാധിക്കുന്ന വിധത്തിൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അടുത്ത് 26 26 ഈ ടോട്ടൽ ഈ കേസിൽ നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. 27 particulars of loss and expenses അതാണ് താഴെ പാർട്ട് 1ഉം പാർട്ട് 2ഉമായി കൊടുത്തിരിക്കുന്നത്. നമുക്ക് അപകടമുണ്ടായ ആക്ച്വൽ ലോസ് ആണ് പാർട്ട് 1ൽ ക്ലെയിം ചെയ്യുന്നത്. ഇവിടെ ലോസ് ഓഫ് ഏണിംഗ് ക്ലെയിം ചെയ്തിരിക്കുന്നത് 75,000 രൂപയാണ്. അതായത് ഒരു മാസം 26,000 രൂപ വച്ച് 7 മാസം ജോലിക്ക് പോയിട്ടില്ല എന്നാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 26,000 രൂപ ഇൻകം ക്ലെയിം ചെയ്ത് പ്രൂവ് ചെയ്യണം. അതല്ലെങ്കിൽ കോടതി നോഷണൽ ഇൻകം എടുക്കും. ഈ കേസിൽ 2024 ആക്സിഡന്റ് ആണ്. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ജഡ്ജ്മെന്റ് പ്രകാരം 14,500 രൂപ നോഷണൽ ഇൻകമായിട്ട് കോടതി എടുക്കും. കൂടാതെ അതിൽ ലോസ് ഓഫ് ഏണിംഗ് പീരീഡ് 7 മാസം എന്നാണ് പ്ലീഡ് ചെയ്തിരിക്കുന്നത്. അത് എത്രയാണെന്ന് 11ാമത്തെ ഹെഡിൽ പറഞ്ഞിരിക്കുന്ന പരിക്കിന്റെ കാഠിന്യം അനുസരിച്ച് കോടതി തീരുമാനിക്കും. ഈ കേസിൽ അത് 4 മുതൽ 5 മാസം വരെയാണ് അനുവദിക്കാൻ സാധ്യത കാണുന്നത്. അടുത്തത് ബി പാർഷ്യൽ ലോസ് ഓഫ് ഏണിംഗ് ആണ്. ഇത് രണ്ടും ലോസ് ഓഫ് ഏണിംഗും പാർഷ്യൽ ലോസ് ഓഫ് ഏണിംഗും ഒന്നിച്ച് കോടതി സാധാരണ അനുവദിക്കാറില്ല.
ഇതിൽ ലോസ് ഓഫ് ഏണിംഗ് മാത്രമേ സാധാരണഗതിയിൽ അനുവദിക്കാറുള്ളൂ. അടുത്തത് ട്രാൻസ്ഫർ ടു ഹോസ്പിറ്റലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന 16,000 രൂപയാണ്. ബിൽസ് ഉണ്ടെങ്കിൽ കോടതി ആക്ച്വൽ ബിൽസ് അനുവദിക്കും. അതല്ല എങ്കിൽ ആനുപാതികമായിട്ടുള്ള ഒരു തുകയായിരിക്കും കോടതി ട്രാൻസ്ഫർ ടു ഹോസ്പിറ്റലിൽ അനുവദിക്കുക. അടുത്ത എക്സ്ട്രാ നറിഷ്മെന്റ് ആണ്. എക്സ്ട്രാ നറിഷ്മെന്റ് ചോദിച്ചിരിക്കുന്നത് 10,000 രൂപയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ IP കണക്കുകൂട്ടിയാണ് ഈ ഹെഡ് അനുവദിക്കാറ്. ഈ കേസിൽ 13ാമത്തെ ഹെഡിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം IP 5 ദിവസമാണ്. അതുകൊണ്ട് 5 ദിവസം 500 രൂപ വെച്ചോ 800 രൂപ വെച്ചോ ആണ് സാധാരണഗതിയിൽ കോടതി ഈ ഹെഡിൽ അനുവദിച്ച് കാണുന്നത്. അടുത്തത് അതേഴ്സ് ആണ്. അതേഴ്സിൽ ഒന്നാമത്തേത് ലോസ് ഓർ ഡാമേജസ് ടു പേഴ്സണൽ ആർട്ടിക്കിൾസ് ആൻഡ് ക്ലോത്തിങ് ആണ്. അത് 2,000 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കോടതി അനുവദിക്കുന്നത് 1,000 1,500 രൂപയാണ്. അടുത്തത് കോസ്റ്റ് ഓഫ് മെഡിസിൻസ് ആൻഡ് ഫ്യൂച്ചർ മെഡിക്കൽ എക്സ്പെൻസ് ആണ് അതിൽ രണ്ടാമത്തേത്. സാധാരണഗതിയിൽ ആക്ച്വൽ മെഡിക്കൽ ബിൽസ് ആണ് ഈ ഹെഡിൽ കോടതി അനുവദിക്കാറുള്ളത്. ഈ ഹെഡിൽ ബിൽസ് അനുസരിച്ചുള്ള മുഴുവൻ തുകയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത്, വാഹന അപകടമുണ്ടായാൽ ചികിത്സ തേടുന്ന സമയത്ത് മുഴുവൻ ബില്ലുകളും രോഗിയുടെ പേരിൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണമെന്നും മുഴുവൻ ഒറിജിനൽ ബില്ലുകളും സൂക്ഷിച്ചു വെക്കണം എന്നും. അടുത്തത് മൂന്നാമത്തേത് ചാർജസ് ഫോർ ബൈസ്റ്റാൻഡർ ആണ്. ബൈസ്റ്റാൻഡർ എക്സ്പെൻസ് ചോദിച്ചിരിക്കുന്നത് 1,00,000 രൂപയാണ്. സാധാരണഗതിയിൽ മൈനർ ഇഞ്ചുറി ഉള്ള കേസുകളിൽ IP ആയിട്ടുള്ള ഡേയ്സിന് ആനുപാതികമായും ഗ്രീവസ് ഇഞ്ചുറി ഉള്ള കേസുകളിൽ ഡിസബിലിറ്റിക്ക് ആനുപാതികമായിരിക്കും ഈ ഹെഡിൽ കോമ്പൻസേഷൻ കോടതി നിശ്ചയിക്കുന്നത്. അടുത്തത് പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് നമുക്ക് കൈനഷ്ടം വന്ന പണമല്ല ആക്സിഡന്റ് മൂലം. അത് ആക്സിഡന്റ് മൂലം നമുക്ക് ലഭിക്കാതെ പോകുന്ന പണവും നമ്മൾ സഹിച്ച വേദനകൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കുമുള്ള കോമ്പൻസേഷനുമാണ്. ഇതിൽ ഒന്നാമത്തേത് കോമ്പൻസേഷൻ ഫോർ പെയിൻ ആൻഡ് സഫറിംഗ് ആണ്. അവിടെ ചോദിച്ചിരിക്കുന്നത് 2,00,000 ആണ്. ഇത് തീരുമാനിക്കുന്നത് ഹെഡ് 11ൽ പറഞ്ഞിരിക്കുന്ന ഇഞ്ചുറിക്കും അതുമൂലമുള്ള ഡിസബിലിറ്റിക്കും ആനുപാതികമായിട്ടായിരിക്കും. അടുത്തത് രണ്ടാമത്തേത് കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഓർ കണ്ടിന്യൂഡ് ഡിസബിലിറ്റി എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗ്രീവസ് ഇഞ്ചുറി ഉള്ള ഒരു കേസിൽ ഏറ്റവും കൂടുതൽ കോമ്പൻസേഷൻ കിട്ടേണ്ട ഹെഡാണിത്, കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഓർ കണ്ടിന്യൂയിങ് ഡിസബിലിറ്റി. ഹെഡ് 3, 4, 5, 6 ഇവയിൽ പറഞ്ഞിരിക്കുന്ന ഇൻകവും ഹെഡ് 11ൽ പറഞ്ഞിരിക്കുന്ന ഇഞ്ചുറിയും ഹെഡ് 14ൽ പറഞ്ഞിരിക്കുന്ന ഡിസബിലിറ്റിയും തെളിയിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഡിസബിലിറ്റി പെർസെൻറ്റേജ് ഗുണം മൾട്ടിപ്ലയർ ഗുണം ഇൻകം ഗുണം 12 ഡിവൈഡഡ് ബൈ 100 അങ്ങനെയാണ് ഈ ഹെഡ് കോടതി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന തുകയാണ് ഈ ഹെഡിൽ സാധാരണഗതിയിൽ കോടതി അനുവദിക്കുന്നത്. അടുത്തത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഫ്യൂച്ചർ ഏണിംഗ് പവർ ആണ്. ഇത് സാധാരണയായി നാം തൊട്ടു മുൻപ് ഡിസ്കസ് ചെയ്ത കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഓർ കണ്ടിന്യൂയിങ് ഡിസബിലിറ്റിക്ക് സമാനമായിട്ടുള്ള ഹെഡാണ്. അതിനാൽ ഇവ രണ്ടും കൂടി സാധാരണഗതിയിൽ കോടതികൾ അനുവദിക്കാറില്ല. അടുത്തത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് അമെനിറ്റീസ് ഇൻ ലൈഫ് ആണ്. ഇവിടെ 1,50,000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഹെഡും സാധാരണ ഇഞ്ചുറി, ഡിസബിലിറ്റി എന്നിവ കൺസിഡർ ചെയ്താണ് കോടതി അനുവദിക്കാറുള്ളത്. അങ്ങനെ ഇവിടെ ടോട്ടൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടി 1,97,000 രൂപ, 10,97,000 രൂപ വന്നു. എന്നാൽ കോർട്ട് ഫീ കുറയ്ക്കുന്നതിന് വേണ്ടി അത് 8,00,000 രൂപയായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹെഡ് 29, 30, 31, 32 ഈ ഹെഡുകൾ ഫോർമൽ ഹെഡുകളാണ്. എന്നാൽ 32ാമത്തെ ഹെഡിൽ ആക്സിഡന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അത് എന്ന്, എങ്ങനെ, എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ആക്സിഡന്റ്, അത് ഈ പറഞ്ഞ ആക്സിഡന്റ് ഡിസ്ക്രിപ്ഷനാണ്. അതൊരിക്കലും കോമ്പൻസേഷൻ തുകയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അടുത്തത് റിലീഫാണ്. നാം പാർട്ട് 2വിന്റെ അവസാനം കണ്ട 8,00,000 രൂപയും അതിന്റെ 18% ഇൻട്രസ്റ്റുമാണ് റിലീഫിൽ ചോദിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കോടതികൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത
ഹെഡുകളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പും വാദം കേൾക്കലും നടത്തിയതിനു ശേഷം ഉചിതമായ ഒരു തുകയാണ് ഈ ഹെഡിൽ അനുവദിക്കാറുള്ളത്, റിലീഫായിട്ട് അനുവദിക്കാറുള്ളത്. പക്ഷെ ഇൻട്രസ്റ്റ് ആയി സാധാരണയായി കോടതികൾ അനുവദിക്കുന്നത് 8%-ഓ 9%-ഓ ആയിരിക്കും. ഒരു വാഹന അപകട നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇവ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിൽ വാഹനാപകട കേസുകളുമായി ബന്ധമില്ലാത്തവർ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പെറ്റിഷൻ കോപ്പിയിലെ ഹെഡുകളിൽ കോടതികൾ എത്രത്തോളം രൂപ നഷ്ടപരിഹാരമായി അനുവദിക്കുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്